അപ്പോൾ ഹായ്, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു എളുപ്പത്തിലൊരു ആർമി, നമുക്ക് വാർ അറ്റാക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർമി. ഇപ്പം അത്യാവശ്യം മോഡിഫൈസ് ഒക്കെ ഉള്ള റാങ്ക്ഡ് ലീഗുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആർമി തന്നെയാണ്. പക്ഷേ നോർമലായിട്ടുള്ള വാറിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിന് വേറെ പ്രത്യേകിച്ച് അധികം സ്ട്രാറ്റജി ഒന്നും ഇല്ലാണ്ട് 3 സ്റ്റാർ അടിക്കാൻ പറ്റുന്ന ഒരു ആർമിയാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത് ഡ്രാഗൺ ഡ്യൂക്കിനെയും അതുപോലെ തന്നെ റോയൽ ചാമ്പ്യനെയും നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വാർഡനെയും നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. നാലാമത്തെ ഹീറോ എന്നുള്ളത് ആർച്ചർഗിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മിനിയം പ്രിൻസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡ്രാഗൺ ഡ്യൂക്കിന് മനസ്സിലാക്കാനുള്ളത്, ഡ്രാഗൺ ഡ്യൂക്കിന് നമുക്ക് ഫയർ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു എക്യുപ്മെൻറ്റ് വേണം. ഫയർ ഹാർട്ടിൻ്റെ കൂടെ ഈ സ്റ്റൺ ബ്ലാസ്റ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് വേണം. അപ്പോൾ അത് രണ്ടും കൂടാതെ ഇപ്പം ടൗൺ ഹാൾ 15 ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൺ ബ്ലാസ്റ്റർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആകെയുള്ള ഏത് എക്യുപ്മെൻ്റ് ആണോ അത് യൂസ് ചെയ്യാം. മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഫയർ ഹാർട്ട് നമ്മൾ അപ്ഗ്രേഡഡ് ആയിരിക്കണം, ഒരു ലെവൽ 12 വേണം. ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ ലെവൽ ഇപ്പം 5 8 എന്തോ ആയിക്കോട്ടെ, ലെവൽ 5 ഉള്ള ഡ്രാഗൺ ഡ്യൂക്കിനെ വെച്ചിട്ട് ഞാൻ വാർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിപ്ലൈയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പെട്ടുകൾ യൂസ് ചെയ്യാം. അപ്പം ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ആംഗ്രി ജെല്ലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആംഗ്രി ജെല്ലിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ക്ലീനപ്പ് ട്രൂപ്സ് ഇറക്കി വിടാൻ അതിനനുസരിച്ചുള്ള ക്ലീനപ്പ് ട്രൂപ്സ് എന്നുള്ള നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ആംഗ്രി ജെല്ലി ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം സ്റ്റൺ ബ്ലാസ്റ്റർ ഈ ഡിഫെൻസിൻ്റെ അടുത്ത് ചെന്നിട്ട് സ്റ്റണ്ണ് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആംഗ്രി ജെല്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ആംഗ്രി ജെല്ലി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പിരിറ്റ് ഫോക്സ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീനിക്സ് യൂസ് ചെയ്യാം. ഇത് രണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോ ഔൾ യൂസ് ചെയ്താലും മതി. അതും എല്ലാം ഈ ഒരുപാട് അപ്ഗ്രേഡ് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ആംഗ്രി ജെല്ലി ആണെങ്കിൽ കൂടി ലെവൽ 1 ആംഗ്രി ജെല്ലി ആണെന്നോടുകൂടി അത് എഫക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യും. കാരണം ഡ്രാഗൺ ഡ്യൂക്ക് അത്രയും ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഹീറോയാണ്. ഇനി നമുക്ക് റോയൽ ചാമ്പ്യനിൽ നമുക്ക് എപ്പോഴും ഈ റോക്കറ്റ് സ്പിയർ വേണം. നമുക്ക് റോയൽ ചാമ്പ്യൻ റോക്കറ്റ് സ്പിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്പിരിറ്റ് ഫോക്സ് യൂസ് ചെയ്യാം. ഇനി റോക്കറ്റ് സ്പിയർ ഇല്ല എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് സീക്കിംഗ് ഷീൽഡ് യൂസ് ചെയ്യാം. അല്ല വേറെ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രോസ്റ്റ് ഫ്ലേക്കോ അത് എന്തെങ്കിലും അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഈ സീക്കിംഗ് ഷീൽഡ് പോലുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഫോക്സിന് പകരം എപ്പോഴും പെറ്റ് ഫീനിക്സിന് തന്നെ യൂസ് ചെയ്യാം. ഫീനിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫീനിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോക്കറ്റ് സ്പിയർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഫോക്സിന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇനി വാർഡൻ്റെ കേസിൽ വാർഡന് നമുക്ക് ഏത് പെറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, വലിയ സീനൊന്നുമില്ല. എങ്ങനെയുള്ള പെറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ റേജ് ജെം എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് മസ്റ്റായിട്ട് വേണം. റേജ് ജെം ഒരു ലെവൽ 12 ലെവൽ 15 ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ലൈഫ് ജെമ്മാണ് അതിൻ്റെ കൂടെ നല്ലത്. ലൈഫ് ജെം ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ട്രൂപ്സിന് ഹെൽത്ത് ആഡ് ചെയ്യാണ്. അപ്പം ഈ ലൈഫ് ജെമ്മിൻ്റെ ഉദ്ദേശം, നമ്മൾ എന്തുകൊണ്ടാണ് ലൈഫ് ജെം യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ ഹീലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതെങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ലൈഫ് ജെം യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1000 ഹിറ്റ് പോയിൻറ്റ്സ് ഈ ഹീലേഴ്സിന് ആഡാകുമ്പോൾ സീക്കിംഗ് എയർമൈനൊക്കെ അടിച്ചു കഴിഞ്ഞാലും ഈ ഹീലേഴ്സ് ജീവനോടെ ഉണ്ടാവും. അപ്പോൾ എത്ര നേരം നമുക്ക് ഈ ഹീലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മുടെ ആർമിയും സർവൈവ് ചെയ്യും. കാരണം നമ്മുടെ ഗ്രൗണ്ട് ആർമിയെ ഹീലേഴ്സ് ഹീൽ ചെയ്തോളും. ഹീലേഴ്സിനെ നമ്മുടെ എബിലിറ്റി വെച്ചിട്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈഫ് ജെം ലെവൽ 9 ആണെങ്കിലും വലിയ സീനൊന്നുമില്ല. ലെവൽ 1 ആണെങ്കിലും കൂടെയും വർക്ക് ചെയ്യും, ലൈഫ് ജെം വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഇപ്പം ഹീലിംഗ് ടോം അപ്ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഈ സാധനത്ത് നമുക്ക് വേണമെങ്കിൽ ഹീലിംഗ് ടോം യൂസ് ചെയ്യാം. കാരണം നമ്മളെ ഹീലേഴ്സിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് ഹീലിംഗ് ടോം യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ജെം യൂസ് ചെയ്യാം. നാലാമത്തെ ഹീറോ നമുക്ക് ആർച്ചർഗീനാണ് യൂസ് ചെയ്യണമെങ്കിൽ ജയൻറ്റും
മാജിക് മിററുമാണ് ബെസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്. ഇനി മാജിക് മിററും ജയൻറ്റും ഇല്ല, നിങ്ങൾക്ക് കോമൺ എക്യുപ്മെൻറ്റ്സ് ആണുള്ളതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ജയൻ്റ് ആരോ ഉണ്ടെങ്കിൽ ജയൻ്റ് ആരോ യൂസ് ചെയ്യാം. ഇപ്പോൾ ജയൻ്റ് ആരോ വച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എയർ ഡിഫെൻസുകൾ സ്നൈപ്പ് ചെയ്യാം. നേരെ ഈ ആർമി ഇറക്കി വിടുന്ന സമയത്ത് തന്നെ എയർ ഡിഫെൻസുകൾ സ്നൈപ്പ് ചെയ്തിട്ട് വിടാം. ഇനി ഹീലർ പിപ്പറ്റ് ആണുള്ളതെങ്കിൽ ഹീലർ പപ്പറ്റ് യൂസ് ചെയ്യാം. അപ്പം 3 ഹീലർ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആർമിയിൽ നിന്നുള്ള ഹീലേഴ്സിനെ നമുക്ക് കുറയ്ക്കാം. അതിന് പകരം കൂടുതൽ വേറെ ട്രൂപ്സിനെ ഇട്ടുകൊണ്ട് പോകാം. ഈ 5 ഹീലറിനുള്ള സ്ഥാനത്ത് 2 ഹീലറിനെയോ 3 ഹീലറിനെയോ കൊണ്ടുപോയാൽ മതിയാവും. ബാക്കി ഹീലേഴ്സ് നമുക്ക് ആർച്ചർ ക്വീനിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളത് കൊണ്ട് കൂടുതൽ അഡീഷണൽ ഹീലേഴ്സ് അവിടെ ആവശ്യം വരില്ല. ഇനി നമ്മൾ കിങ്ങിനെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കിങ്ങിൻ്റെ ഈ സ്പൈക്കി ബോളും എർത്ത് ബൂട്ട്സും ആയിരിക്കും എപ്പോഴും നല്ലത്. ഇനി അത് അപ്ഗ്രേഡിംഗ് ആണ്, കിങ് അപ്ഗ്രേഡിംഗ് ആണ്. ക്യൂന് അപ്ഗ്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിയം പ്രിൻസിന് കൊണ്ടുപോകാം. അപ്പോൾ മിനിയം പ്രിൻസിൻ്റെ കൂടെ ഈ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഈ ഡാർക്ക് ഓർബാരിക്ക് എല്ലാവരും അപ്ഗ്രേഡഡ് ആയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള എന്താണോ ആ ഒരു എക്യുപ്മെൻറ്റും അതിൻ്റെ കൂടെ കൊണ്ടുപോയാൽ മതിയാവും. കാരണം നമ്മുടെ ഹീലേഴ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഹീലേഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂൺസ് ഇറക്കുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് മിനിയൻ പ്രിൻസും എയർ അറ്റാക്കർ ആണെന്നും കൂടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. മെയിൻ ആർമിയുടെ കൂടെയാണ് ഈ 4ാമത്തെ ഹീറോയെ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആർച്ചർ ഗെയിനാണ് യൂസ് ചെയ്യുന്നത്. പെറ്റ് നമുക്ക് ഇഷ്ടമുള്ള പെറ്റ് യൂസ് ചെയ്യാം, വലിയ സീനൊന്നുമില്ല. എന്താണോ നല്ല പെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് തോന്നുന്നു നല്ല പെറ്റ് അത് യൂസ് ചെയ്യാം. അതായത് ഈ ഫ്രോസ്റ്റ് യൂസ് ചെയ്യാം, ഡിഗ്ഗി യൂസ് ചെയ്യാം, ഇനി യൂണിക്കോൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ആർമി കോമ്പോസിഷനിലോട്ട് വരാം. ആർമി കോമ്പോസിഷനിലുള്ള ഈ ബലൂണുകളെ ഒഴിവാക്കരുത്. കാരണം ബലൂണുകളെ നമുക്ക് സീക്കിങ് എയർമൈൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബലൂൺസിനെ വെച്ചേക്കുന്നത്. അതായത് നമ്മൾ ഹീലറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി ഒരു സൂപ്പർ വാർ ബ്രേക്കർ ഉണ്ട്, ആ സൂപ്പർ വാർ ബ്രേക്കറിനെയും ഒരു കാരണവശാലും ഒഴിവാക്കരുത്. സൂപ്പർ വാർ ബ്രേക്കർ ഉണ്ട്, വാൾ ബ്രേക്കർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെയർ ഓഫ് വാള് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ലെയർ ഓഫ് വാള് സൂപ്പർ വാർ ബ്രേക്കർ പൊട്ടിച്ച് കഴിഞ്ഞാലേ നമ്മുടെ സൂപ്പർ എതീസ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ സൂപ്പർ എതീസിന് വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം, സൂപ്പർ എതീസ് പുറത്തൂടെ നടന്ന് ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകുന്നതായിരിക്കും ഒരു പ്രശ്നം വരാൻ പോകുന്നത്. ഈ ആർമിയുടെ കേസിൽ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 3 സ്റ്റാർ അടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആർമിയെ നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു സൂപ്പർ വാൾ ബ്രേക്കറെ എപ്പോഴും കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ സൂപ്പർ എതീസ് മൊത്തം സൂപ്പർ എതീസിനെ കൊണ്ടുപോകുന്നതിന് പകരം ഞാൻ ഒരു സൂപ്പർ എതി ഒഴിവാക്കിയിട്ട് അവിടെ ആ ഒരു സ്ഥാനത്ത് ഞാൻ ഒരു എതി, ഒരു ബേബി ഡ്രാഗണും 3 ആർച്ചറിനെയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ലോവർ ടൗൺ ഹാളിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഇവിടെ 5 സൂപ്പർ എതിയെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 5 സൂപ്പർ എതിയും അതിൻ്റെ കൂടെ ഒരു എതി, 2 ബേബി ഡ്രാഗൺ, 3 മിനിയൻ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. ഈ ട്രൂപ്സിനെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം ഫണൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എങ്ങോട്ടാണോ എതീസിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് ഈ ഇത് പോകണം, അല്ലെങ്കിൽ ആ ഒരു സാധനം നിന്ന് പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഉള്ള ഫണലിംഗ് ട്രൂപ്സിനെ നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ക്ലീൻ അപ്പ് ട്രൂപ്സിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി സ്പെല്ല് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 5 റിവൈവും ഒരു എർത്ത് കേക്കുമാണ്. അത് എൻ്റെ റിവൈവ് ഒന്നും ഇവിടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള റിവൈവ് ഒന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ലെവൽ 3 ആണ് റിവൈവ് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം അപ്ഗ്രേഡഡ് ആണോ അത്രത്തോളം നല്ലത്. പിന്നെ എൻ്റെ CCക്കകത്ത് ഒരു സൂപ്പർ എതിയുടെ കൂടെ 2 റോക്കറ്റ് ബലൂൺസാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ലോവർ ടൗൺ ഹാളാണ്, 2 റോക്കറ്റ് ബലൂൺസിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ എതിയും 3 ബലൂൺസും കൊണ്ടുപോവുക. അപ്പോൾ 3 ബലൂൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഗ് ലോഞ്ചറിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് ഈ CC ട്രൂപ്സ് വരുന്നത്. അപ്പോൾ ലോഗ് ലോഞ്ചർ അകത്ത് കയറി ടൗൺ ഹാളിൻ്റെ അടുത്ത് എത്തിയിട്ട് ലോഗ് ലോഞ്ചറിൽ നിന്ന് ട്രൂപ്സ് ഇറങ്ങുന്ന സമയത്ത് ഈ ബലൂൺസ് അവിടെ വന്നിട്ട് അവിടെയുള്ള സീക്കിങ് എയർമൈൻസിനെ എല്ലാം അവിടെ അത്രയും ഡീപ്പായിട്ടുള്ള സ്ഥലത്തുള്ള സീക്കിങ് എയർമൈൻസിനെയൊക്കെ ഈ ബലൂൺസ് എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ബലൂൺസിനെ അവിടെ ആഡ് ചെയ്തേക്കണത്. അത് നമ്മൾ CCയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റരുത്. പിന്നെ ഒരു 4 ട്രൂപ്പ് കപ്പാസിറ്റി സ്പേസ് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ 2 സാധാരണ വാൾ ബ്രേക്കർ ഇട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് അവിടെ ഏതെങ്കിലും ഒരു വാള് പൊട്ടാൻ സാധ്യതയുള്ള രീതിയിൽ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 2 വാൾ ബ്രേക്കേഴ്സ് അതിൻ്റെ അവിടെ പോയിട്ട് അത് പൊട്ടിച്ചിട്ട് എതീസിന് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ആക്സസിബിലിറ്റി കിട്ടും. അപ്പോൾ അതാണ് CCയുടെ ഒരവസ്ഥ. ഇനി
ബാക്കിയുള്ള സ്പെല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എർത്ത് ക്വേക്ക് സ്പെല്ല് മസ്റ്റായിട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലോക്ക് ലോഞ്ചർ ഇറക്കി വിടുന്ന വഴിയിൽ ഉള്ള വാൾസ് പെട്ടെന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു എർത്ത് ക്വേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് ലോഞ്ചർ പോണ വഴിക്ക് അത് പെട്ടെന്ന് നേരത്തെ പൊട്ടും. അപ്പോൾ യദീസ് ഓള് നേരത്തെ പൊട്ടണതനുസരിച്ച് യദീസ് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോകും. ഇനി ഒരു പോയിസൺ ഉണ്ട്. പോയിസൺ നമ്മൾ സാധാരണ CC ട്രൂപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. ഒരു സ്കെൽട്ടൺ സ്പെല്ലുണ്ട്. സ്കെൽട്ടൺ സ്പെല്ല് നമ്മൾ മോണോലിത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സ്കെൽട്ടൺ സ്പെല്ലിനെ യൂസ് ചെയ്യുന്നത്. ഇനി 2 ടോട്ടം സ്പെൽസാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഈ 2 ടോട്ടം സ്പെല്ല് ആഡ് ചെയ്യണതിൻ്റെ അതായത് എന്തുകൊണ്ടാണ് അതങ്ങനെ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പോൾ ഒരു സിംഗിൾ ഇൻഫെർണോ ടവറോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഡ്രാഗൺ ഡ്യൂക്കിനെ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹീറോയെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു റിവൈവ് യൂസ് ചെയ്യണതിന് പകരം ഒരു ടോട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോകും. അവിടെ അതായത് നമ്മൾ അത്രയും ആവശ്യമില്ലാതെ 2 സ്പെൽ സ്പേസ് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരില്ല. ഇപ്പോൾ 5 റിവൈവ് അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് 4 റിവൈവ് 2 ടോട്ടം കൂടെ കൊണ്ടുപോകാം. ടോട്ടം കൊണ്ടുപോയാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അത് നമ്മുടെ 2 സൈഡിലുള്ള ഹീറോസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടംസ് ഇട്ടുകൊണ്ടിരിക്കണം. നമുക്ക് അങ്ങനെ നിങ്ങൾ ടോട്ടമാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ടോട്ടം കൊണ്ടുപോകാം. അല്ല എന്ന് നിങ്ങൾക്ക് റിവൈവ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ റിവൈവ് ചെയ്യുക. ഇപ്പോൾ റോയൽ ചാമ്പ്യൻ്റെ സൈഡിൽ നമ്മളെപ്പോഴും ടോട്ടം ഇട്ട് റോയൽ ചാമ്പ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ സൈഡിൽ ഡ്രാഗൺ ഡ്യൂക്കിനെ റിവൈവ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇനി മനസ്സിലാക്കാനുള്ള വേറൊരു സാധനം, ഈ സ്കെൽട്ടൺ സ്പെല്ല് മോണോലിത്തിന് കൊണ്ടുപോകാൻ കാരണം ഡ്രാഗൺ ഡ്യൂക്കിനെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത 2 ഡിഫൻസുകൾ, ഒന്ന് എയർ ഡിഫൻസും രണ്ടാമത്തത് ഈ മോണോലിത്തുമാണ്. എയർ ഡിഫൻസുകൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇപ്പം ജയൻ്റ് ആരോ വെച്ചോ അല്ലെങ്കിൽ ഇപ്പം അതിന് അധികം ഹിറ്റ് പോയിൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ സ്റ്റൺ എബിലിറ്റി വെച്ചിട്ടോ ടോട്ടം വെച്ചിട്ടോ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മോണോലിത്തിൻ്റെ സൈഡിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. മോണോലിത്തിൻ്റെ സൈഡിലോട്ട് നമ്മൾ ഡ്രാഗൺ ഡ്യൂക്കിനെ ഒരു കാരണവശാലും ഇറക്കി വിടാൻ പാടില്ല. എപ്പോഴും ആ സൈഡിലോട്ട് റോയൽ ചാമ്പ്യനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക. ഓക്കെ, ഇനി ഞാനൊരു ചലഞ്ച് ഇട്ടിട്ട് ഞാൻ തന്നെ അതിനെ അറ്റാക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ മാസ്റ്റർ ഇതിലാണ് നോക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഒരു ബേസിനെ ഞാൻ അറ്റാക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് സ്കൗട്ട് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഏതാണ് ഈ ആർമിയാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോണത്. ടൗൺ ഹാൾ ഒരു എഡ്ജിലാണ് എന്നുള്ളതുകൊണ്ട് ആ എഡ്ജിലോട്ട് ലോക്ക് ലോഞ്ചറിനെ എനിക്ക് ഈ ഡയറക്ഷനിലേ വിടാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് എപ്പോഴും എൻ്റെ ആർമിയെ ഞാൻ ഇവിടുന്ന് തന്നെ റിലീസ് ചെയ്യേണ്ടി വരും. ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യേണ്ടി വരും. ഈ ഒരു സൈഡിൽ, അതായത് ഈ സൈഡിലും ഞാൻ ഫണൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പം മോണോലിത്ത് ഈ സൈഡിലാണ് എന്നുള്ളത് കൊണ്ട് എൻ്റെ റോയൽ ചാമ്പ്യനെ ഞാൻ ഈ സൈഡിൽ നിന്നായിരിക്കും ഇറക്കി വിടുന്നത്. ഈ സൈഡിൽ നിന്ന് ഞാൻ ഡ്രാഗൺ ഡ്യൂക്കിനെ ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ഞാൻ അറ്റാക്കിലോട്ട് കടക്കാം. അറ്റാക്ക് കടന്നതിന് ശേഷം ഞാൻ വേണമെങ്കിൽ റീപ്ലേ എടുത്തിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പം ഓക്കെ, ലൈവ് അറ്റാക്കിലോട്ട് പോയി. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാനിവിടെ ആദ്യം റോയൽ ചാമ്പ്യനെ ഇറക്കുന്നു. റോയൽ ചാമ്പ്യനെ ഇറക്കി തന്നെ അതിൻ്റെ എബിലിറ്റി പ്രസ് ചെയ്യുന്നു. ഇവിടുന്ന് ഞാൻ ഇതിനെ വിടുന്നു, ഡ്രാഗൺ ഡ്യൂക്കിനെ വിടുന്നു. അതിൻ്റെ കൂടെ ഒരു എതിയെ വിടും. അവിടെ ആ സൈഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ടോട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രാഗൺ ഡ്യൂക്കിനെ കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ടോട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഹെഡ് ഹണ്ടർ ആർമി വന്നതുകൊണ്ട് ഞാൻ അവിടെ പോയിസൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഫണൽ സെറ്റായിട്ടുണ്ട്. നോക്കണം കേട്ടോ, ഏകദേശം. ഇനി ഞാൻ ഫണൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഈ സൈഡിൽ ഓരോ സൈഡിലും ഞാൻ ഓരോ എഡീസിനെ വെച്ചിറക്കും. ഈ എഡീസ് ഇറക്കാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളത് ബിൽഡ് ചെയ്തിട്ട് നടുക്കോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി മോണോലിത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതിട്ടുണ്ട്. ഒരു വാൾ ബ്രേക്കർ വെച്ചിട്ട് ആ വാൾ പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ, ലോക്ക് ലോഞ്ചർ അറിഞ്ഞ് തകർക്കാൻ വേണ്ടിയിട്ട് യെസ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. എനിക്കിനി ഫണലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഡ്രാഗൺ ഡ്യൂക്കിനെയും റോയൽ ചാമ്പ്യനെയും ഒരുമിച്ച് റിവൈവ് ചെയ്തിട്ടുണ്ട്. കാരണം
രണ്ട് സൈഡും ഫണൽ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, എനിക്കിനി വേണമെങ്കിൽ ക്വീൻ എബിലിറ്റി യൂസ് ചെയ്യാം. സെൻട്രൽ എത്തിക്കഴിഞ്ഞ് എനിക്ക് ക്വീൻ എബിലിറ്റി യൂസ് ചെയ്യാം. വാർഡിന് എബിലിറ്റി ഇല്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള 3 റിവൈവ് ഞാൻ എൻ്റെ ഡ്രാഗൺ ഡ്യൂക്കിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. വേറെയുള്ള സാധനമൊന്നും റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ റോക്കറ്റ് ബലൂൺസ് പുറത്ത് വന്നിട്ടുണ്ട്. റോക്കറ്റ് ബലൂൺസ് നമ്മളെ ഹീലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഈ സൂപ്പർ എഡീസ് കുറച്ച് നല്ല സ്പീഡിൽ പോകുന്ന ട്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് സ്പീഡിൻ്റെ ഇഷ്യൂ ഒന്നും ഇവിടെ വരുന്നില്ല. ശ്രദ്ധിക്കുക, എൻ്റെ ഈ ഡ്രാഗൺ ഡ്യൂക്ക് എന്നുള്ളത് ലെവൽ 8 അധികം അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഇതൊന്നുമല്ല. പിന്നെ എക്യുപ്മെൻറ്റ്സ് അധികം അപ്ഗ്രേഡഡാണ്. ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ ഹെൽത്ത് ഇങ്ങനെ കയറി വരുന്നുണ്ടോ. അപ്പോൾ ഇത്രയും അടുത്തെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ ഡ്രാഗൺ ഡ്യൂക്കിനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ റോയൽ ചാമ്പിനെ പിന്നെ എടുക്കുകയാണ്, പുറത്തെടുക്കുകയാണ്. ക്ലീനപ്പിന് ആയിട്ടുള്ള ട്രിപ്സിനെ ഇറക്കി വിടുന്നുണ്ട്. ഓക്കെ, എൻ്റെ 4 ഹീറോയ്ക്കും ജീവനുണ്ട്. 2 റിവൈവുകൾ ബാക്കിയുണ്ട്. ഇഷ്ടംപോലെ റിവൈവുകൾ, ഇനി 1 റിവൈവ് ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും ഈസിയാണ്, ഈ ആർമി ഇത്ര ഈസിയാണ്. അപ്പം ഇനി ഞാനൊരു റീപ്ലേ എടുത്തിട്ട്, ഒരു വാർ റീപ്ലേ എടുത്തിട്ട് ഞാൻ അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ വാറിൽ ഒരു ടൗൺ ഹാൾ 16 വെച്ചിട്ട് ഞാനൊരു ടൗൺ ഹാൾ 18 അറ്റാക്ക് ചെയ്തു. അപ്പോൾ ടൗൺ ഹാൾ 16 ഇതിനകത്ത് ഈ ബേസ് ട്രോയ് എന്ന് പറയുന്ന ബേസാണ്. ഇതിട്ട് ടൗൺ ഹാൾ 16 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സ്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ട്രോയെ വെച്ചിട്ട് ഞാൻ ടൗൺ ഹാൾ 18 ബേസിനെ ഞാൻ അടിച്ചിട്ടുണ്ട്. അത് പ്രോപ്പർ അപ്ഗ്രേഡ് ആയിട്ടുള്ള ടൗൺ ഹാൾ 18 ഒന്നുമല്ല, പക്ഷേ എന്നാലും ടൗൺ ഹാൾ 17 ഫുള്ളി മാക്സ്ഡ് ആയിട്ടുള്ള ടൗൺ ഹാൾ 18 അതിൻ്റെ കൂടെ ഈ ആർച്ചർ ടവേഴ്സൊക്കെ അപ്ഗ്രേഡഡ് ആണ്, ഈ ഇതൊക്കെ അപ്ഗ്രേഡഡ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് അപ്ഗ്രേഡഡ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പം ഞാൻ നോക്കി, ഇപ്പം എനിക്ക് ഏത് സൈഡിൽ നിന്നാണ് എൻട്രി ചെയ്യാൻ പറ്റുകയെന്ന് നോക്കി. അപ്പോൾ ഫയർ സ്പിറ്റേഴ്സ് അങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ റാൻഡമായിട്ട് ഒരു കോർണറിൽ നിന്ന് സാധനത്തിനെ ഇറക്കി വിടുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിനകത്തുള്ള ഡിഫെൻസുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫയർ സ്പിറ്റേഴ്സ് രണ്ടും അങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തേക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ, ഒന്നുകിൽ ഈ സൈഡിൽ നിന്ന്, ഈ ഒരു സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ നോക്കിയത്, എനിക്ക് ഡ്രാഗൺ ഡ്യൂക്കിനെ ഇറക്കി വിടാൻ പറ്റുന്ന സ്ഥലം ഏതാണ്, റോയൽ ചമ്മിനെ ഇറക്കി വിടാൻ പറ്റുന്ന സ്ഥലം ഏതാണ് എന്ന് നോക്കി. അപ്പോൾ ഈ സൈഡിൽ എയർ ഡിഫെൻസുകളെല്ലാം ഈ സൈഡിൽ ആയതുകൊണ്ട് ആ സൈഡിൽ നിന്ന് ഡ്രാഗൺ ഡ്യൂക്കിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അധികം വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ സൈഡിൽ ഇറക്കിയത്, ആ സൈഡിൽ നിന്ന് ഞാൻ റോയൽ ചാമ്പിനെ ഇറക്കി വിടും. റോയൽ ചാമ്പിനെ ഇറക്കിയ ഉടനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, റോയൽ ചാമ്പിനെ ഇറക്കിയ ഉടനെ അതിൻ്റെ റോക്കറ്റ് സ്പീർ എബിലിറ്റി ചെയ്തിടും. ഇതിൽ ആംഗ്രി ജെല്ലി അല്ല ഞാൻ യൂസ് ചെയ്തേക്കണം. അപ്പോൾ ആംഗ്രി ജെല്ലി യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഫണലിങ്ങിന് വേറെ ട്രൂപ്പുകളെ ഓൾറെഡി അവിടെ ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഫണലിങ്ങിനുള്ള ട്രൂപ്പുകളൊന്നും അവിടെ ഇറക്കിയിട്ടില്ല. ഇപ്പോൾ ആംഗ്രി ജെല്ലിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അതിൻ്റെ കൂടെ ഫണലിങ്ങിന് ഒരു ട്രൂപ്പിനെ, ഒരു ബേബി ഡ്രാഗണെ ഇറക്കണേക്കാൾ എതി ഇറക്കണേന് നല്ലത്. കാരണം എയർ ട്രൂപ്പ്സ് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ എബിലിറ്റി ആ ഒരു നെർഫ് വരും. അതായത് എയർ ട്രൂപ്പ് ഇല്ലാത്തപ്പോഴാണ് ഡ്രാഗൺ ട്യൂപ്പിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഒരു എതിയെ കൊണ്ടുപോകുന്നത് എൻ്റെ ആർമിയിൽ. കഴിഞ്ഞ അറ്റാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഞാൻ ആ ഫണൽ അവിടെ സെറ്റാകും വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഫണൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ആർച്ചറിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ആർച്ചർ, ഇവിടെ ഒരു ആർച്ചർ. ഈ 2 ബിൽഡിംഗ് പോയി കഴിഞ്ഞാൽ ആ ഫണൽ അവിടെ എക്സ്റ്റെൻഡ് ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഞാനൊരു ടോട്ടം യൂസ് ചെയ്യണമായിരുന്നു, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇതിനകത്ത് അന്ന് അറ്റാക്ക് നടത്തി നോക്കിയത്. എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു ആർമി. അപ്പോൾ ഇവിടെ ഒരു ടോട്ടം ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ റോയൽ ചാമ്പിനെ എനിക്ക് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു ടോട്ടം ഇവിടെ യൂസ് ചെയ്യും. ഇവിടെയും ഞാനൊരു ടോട്ടം യൂസ് ചെയ്യും. അതായത് ഈ ഡ്രാഗൺ ഡ്യൂക്കിനെ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റിവൈവ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടോട്ടം കൂടെ യൂസ് ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു റിവൈവ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടോട്ടം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാലും ബെനിഫിറ്റേ ഉള്ളൂ. ആദ്യത്തെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ആ ഒരു ഫണൽ നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ടോട്ടം സ്പെൽസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ റോയൽ ചാമ്പിന് ഞാൻ ഫീനിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പുറത്ത് ഞാൻ
സ്പിരിറ്റ് ഫോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പിരിറ്റ് ഫോക്സ് ഇപ്പോഴേ ചത്തുപോയി. സ്പിരിറ്റ് ഫോക്സ് വലിയ ലെവൽ 1 ആയിരുന്നു സ്പിരിറ്റ് ഫോക്സ്, അത് മനസ്സിലാക്കുക. അതായത് എൻ്റെ ആർമിയിലുള്ളത് ഇപ്പോൾ എൻ്റെ റോയൽ ചാമ്പ്യൻ ലെവൽ 24 ലെവൽ 9 ഇലക്ട്രോ ബൂട്ട്സും ലെവൽ 6 റോക്കറ്റ് സ്പീറുമാണ് യൂസ് ചെയ്തത്. എല്ലാം വലിയ അപ്ഗ്രേഡ് ആയിട്ടൊന്നുമില്ല. ലെവൽ 5 ആണ് എൻ്റെ ഡ്രാഗൺ ഡ്യൂക്ക്. പക്ഷേ ലെവൽ 12 ഫയർ ഹാർട്ടും ലെവൽ 1 സ്റ്റൺ ബ്ലാസ്റ്ററുമാണ് യൂസ് ചെയ്തേക്കണേ. ഇതിൻ്റെ കേസിൽ ലെവൽ 13 റേജ് ജിമ്മും ലെവൽ 12 ലൈഫ് ജിമ്മുമാണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. ഇനി ഇതിനകത്ത് ഞാൻ ജയൻ്റ് ആരോ യൂസ് ചെയ്യുന്നുണ്ട്. ജയൻ്റ് ആരോ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു എയർ ഡിഫെൻസിനെ സ്നൈപ്പ് ചെയ്യണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നടന്നില്ല. ഞാൻ ഇവിടുന്ന് വിടാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഫണൽ സെറ്റായിട്ട് വരുമ്പം ഈ ഒരു എലിക്സർ സ്റ്റോറേജ് ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് ഞാൻ ഓർത്തില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സ്കൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ അറ്റാക്ക് ഇറങ്ങുന്നത് കേട്ടോ. അല്ലാണ്ട് അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുമ്പം അതിനനുസരിച്ച് പോകുന്നതല്ല. അതായത് ഞാൻ ആദ്യമേ തീരുമാനിച്ച് വെച്ചിരുന്നു ഞാൻ ഇവിടുന്ന് ജയൻ്റ് ആരോ വിടും, അപ്പോൾ ഈ എയർ ഡിഫെൻസ് എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ഈ ഒരു എയർ ഡിഫെൻസ് എനിക്ക് കിട്ടിയുള്ളൂ. ഈ എയർ ഡിഫെൻസ് എനിക്ക് കിട്ടിയില്ല, കാരണം എൻ്റെ ആരോ കുറച്ച് ചരിഞ്ഞു പോയി. അത് ഇപ്പോൾ വരുമ്പോൾ കാണാം. ഇനി ഞാൻ ഫണൽ എക്സ്റ്റെൻഡ് ചെയ്യണ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഇവിടെ ഉള്ള ഇതിന് ഞാനൊരു ബേബി ഡ്രാഗൺ ഇറക്കിയിട്ട ബേബി ഡ്രാഗൺ ഇപ്പോൾ എൻ്റെ ആർമിയിലില്ല. അതായത് ഇത് ഞാൻ ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫണലിംഗ് ട്രൂപ്സ് അധികം കൊണ്ടുപോയിരുന്നില്ല. ഫണലിംഗ് ട്രൂപ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഒരു ബേബി ഡ്രാഗൺ ഇറക്കി വിടും. അതിനുശേഷം ഈ ഫണൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ 2 എബീസിന് ആദ്യം ഇറക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. സ്റ്റൺ ബ്ലാസ്റ്റർ നമുക്ക് ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ സ്റ്റൺ ബ്ലാസ്റ്റർ യൂസ് ചെയ്യാം. ഓക്കെ, കേട്ടോ, ഈ 2 ഏരിയാണ് ഫണൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നാണ് ഇത് വെച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു ബിൽഡിങ്ങും തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 എതീസും ഈ ഉള്ളിലോട്ട് നടന്നു വരും. അതിനെയാണ് ഞാൻ ഫണൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുദ്ദേശിക്കുക. അതായത് ഇവിടെ ഉള്ള ബിൽഡിങ്സൊക്കെ പോയി, ഈ ബിൽഡിങ്സ് ഇവിടെ ഞാൻ ഒരു ബേബി ഡ്രാഗണെ ഇപ്പോൾ ഇറക്കി വിടും. കാരണം ഇവിടെ വേറെ അറ്റാക്ക് ചെയ്യാൻ വേറെ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് എൻ്റെ ആർമിയിൽ ഇപ്പോൾ ഇതില്ല. ഞാൻ ലൈവ് അറ്റാക്കാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബേബി ഡ്രാഗണെ ഇറക്കി ഈ സൈഡ് ഞാൻ ഫണൽ ചെയ്യും. ഓക്കെ, ആ എദീസ് അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ബിൽഡിങ്ങും തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എദീസിനെ ഞാൻ സെൻട്രൽ അങ്ങ് ഡിപ്ലോയ് ചെയ്യും. ഓക്കെ, വരിയാ ഡിപ്ലോയ് ചെയ്തു. ഇനി എൻ്റെ ലക്ഷ്യം ഈ എദീസ് എല്ലാം നടന്ന് ഈ സെൻറ്ററിലോട്ട് കയറണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഈ സെൻറ്ററാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആദ്യം ഈ വാള് പൊട്ടണമെങ്കിൽ ഈ വാളിന് ഞാനിവിടെ ഒരു സൂപ്പർ വാൾ ബ്രേക്കറെ ഇറക്കി വിടും. ഈ വാൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്സ് തകർന്നതിന് ശേഷം എദീസ് നടന്ന് ഇത് സെൻറ്ററിലോട്ട് തന്നെ കയറുള്ളൂ. ഓക്കെ, അല്ല ഞാൻ ആ സൂപ്പർ വാൾ ബ്രേക്കറിനെ അവിടെ ഇറക്കി വിട്ടു. അതിനുശേഷം ആദ്യം ഞാൻ ബലൂണിനെയാണ് ഇറക്കുന്നത്. ബലൂൺ ഇറക്കണതിൻ്റെ ഉദ്ദേശം ഇവിടെ എവിടെയെങ്കിലും സീക്കിംഗ് എയർമൈൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഹീലേഴ്സ് തട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഹീലേഴ്സിനെ വരി ഇറക്കി. കണ്ടോ, ഹീലേഴ്സ് വലിയ അപ്ഗ്രേഡഡ് ആയിട്ടുള്ളതൊന്നുമല്ല. നമുക്ക് ഞാൻ ജയൻ്റാരെ ഇവിടുന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ എയർ ഡിഫെൻസുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു എയർ ഡിഫെൻസ് കിട്ടിയുള്ളൂ, ബാക്കിയുള്ളത് കിട്ടിയില്ല. അതായത് ഇവിടെ ഒരു ബലൂൺ സീക്കിംഗ് എയർമൈനെ പിടിക്കുന്നുണ്ടോ, ഇതിനാണ് ബലൂണിനെ നമ്മൾ നേരത്തെ ഇറക്കി വിടുന്നത്. ഹീലേഴ്സിനെ ആദ്യം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഹീലേഴ്സിനെ സീക്കിംഗ് എയർമൈൻ പിടിക്കും. ഓക്കെ, ഇനി ഇത് മനസ്സിലാക്കുക. എൻ്റെ ഡ്രാഗൺ ഡ്യൂക്ക് ഇവിടെ ഡെഡായി കിടക്കുകയാണ്. എൻ്റെ റോയൽ ചാമ്പ്യൻ ഇവിടെ ഡെഡായി കിടക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് വിടണം. ഇല്ലെന്നുണ്ടെങ്കിൽ എദീസ് നടന്ന് ഈ സൈഡിലോട്ട് പോകും ചിലപ്പം. ഈ സാധനങ്ങളൊക്കെ ഈ സ്റ്റോറേജിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രൂപ്സിനെ അവിടെ ഇറക്കി വിടേണ്ട സാഹചര്യം ഉണ്ട്. ഞാനിപ്പം മിനിയൻസിനെ അവിടെ ഇറക്കി വിടും. ഇവർ നടന്ന് സെൻറ്ററിലെത്തി. അവിടെ ഞാൻ ഒരു എർത്ത് കേക്ക് ഇട്ടിട്ട് ഈ വാൾസിനെ ഞാൻ വീക്കാക്കി. എന്തിനാണെന്ന് വെച്ചാൽ ലോഗ് ലോഞ്ചറിന് കണ്ടോ, ലോഗ് ലോഞ്ചറിന് ഞാൻ ഏറ്റവും അവസാനമാണ് ഇറക്കിയേക്കണേ. അതിന് കാരണം ഈ ഫ്രണ്ടിലുള്ള ട്രൂപ്സ് എല്ലാം ടാങ്ക് ചെയ്യും എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ ലോഗ് ലോഞ്ചറിനെ ഇറക്കുന്നത്. കാരണം എൻ്റെ ലോഗ് ലോഞ്ചർ പ്രൊട്ടക്റ്റഡ് ആയിരുന്നാലേ ഈ വാൾസ് എല്ലാം ബ്രേക്കായി കിട്ടുള്ളൂ. ലോഗ് ലോഞ്ചറിനെ ഞാൻ ആദ്യമേ ഇറക്കി വിട്ട് ലോഗ് ലോഞ്ചർ പെട്ടെന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ വാൾ ബ്രേക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ വേറെ വഴിയൊന്നുമില്ല. വാൾസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ സൂപ്പർ എദീസിന് അകത്തോട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ എദീസ് ബേസിൻ്റെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ഓക്കെ, അവർ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ റോയൽ ചാമ്പ്യനെ ഇട്ടു, നമ്മുടെ
ഡ്രാഗൺ ഡ്യൂക്കിനെ ഞാൻ റിവൈവ് ചെയ്തു. രണ്ടിനെ റിവൈവ് ചെയ്തിട്ട് നോക്കൂ, ഞാനിവിടെ മിനിയൻസിനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഈ ബിൽഡിങ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എദീസ് നടന്ന് തിരിച്ച് ബാക്കിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഒരു ബേബി ഡ്രാഗൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒരു ബേബി ഡ്രാഗൺ ഇറക്കും. കാരണം ഈ റോയൽ ചാമ്പ്യൻ ഇവിടെ ഉള്ള ഡിഫൻസുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകുന്നുണ്ട്. ബേബി ഡ്രാഗൺ ആ സൈഡിലുള്ള ബാക്കിയുള്ള ട്രാഷ് ബിൽഡിങ്സ് എല്ലാം ഡിഫെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോകുന്നോളും. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്ത് സംഭവിക്കണമെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു പോയിസൺ ഇട്ടിട്ടുണ്ട്. ഈ ഡിഫൻസ് സി ട്രൂപ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിസൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മോണോലിത്ത് ഇവിടുന്ന് പിടിച്ചു തുടങ്ങും. അപ്പോൾ മോണോലിത്തിൻ്റെ അവിടെയാണ് ഞാനൊരു സ്കെൽട്ടൺ സ്പെല്ലും ഇട്ടിട്ടുണ്ട്. നിലവിൽ ഒരു സ്കെൽട്ടൺ സ്പെല്ല് അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു സ്കെൽട്ടൺ സ്പെല്ല് നിലവിൽ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഡ്രാഗൺ ഡ്യൂക്കിനെയും റോയൽ ചാമ്പ്യനെയും ഇവിടെ മാറി ഞാൻ റിവൈവ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി എൻ്റെ മിസ്റ്റേക്കാണ്. റോയൽ ചാമ്പ്യനെ ഇവിടെ റിവൈവ് ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ടോട്ടം ഇട്ടിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇതുവരെ ഫണൽ എക്സ്റ്റെൻഡ് ചെയ്തതിലായിരുന്നു ആക്ച്വലി നല്ലത്. അതായത് ഞാനിപ്പോൾ ലൈവ് അറ്റാക്കിൽ കാണിച്ചതുപോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എപ്പോഴും. ആദ്യം ടോട്ടംസ് യൂസ് ചെയ്തിട്ട് പിന്നീട് ഡ്രാഗൺ ഡ്യൂക്കിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് റിവൈവ് യൂസ് ചെയ്യൽ. എൻ്റെ ലോഗ് ലോഞ്ചർ ഇവിടുന്ന് ഓപ്പൺ ആവും. ലോഗ് ലോഞ്ചർ ഓപ്പൺ ആയിട്ട് അതിൽ നിന്ന് 3 ബലൂൺ ഉയർന്നു വരുന്നു. നോക്കാം, 3 ബലൂൺ വന്നിട്ടുണ്ട് കേട്ടോ. 3 ബലൂണും അവിടെ വരുന്ന വാൾസിനെയാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു വാൾ ബ്രേക്കർ പൊട്ടിച്ചതുകൊണ്ടാണ് ആ വാൾസ് അവിടെ ഓപ്പൺ ആയത്. ഈ 3 ബലൂൺസിൻ്റെ ഗുണം ഇപ്പോൾ നോക്കാം. ആ 3 ബലൂൺസ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇത്രയും ഡീപ്പായിട്ടുള്ള എയർമൈൻസിന് വരെ ആ ബലൂൺസ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ക്ലീനപ്പിന് അവിടെ മിനിയൻസ് ഇറക്കി വിട്ടു. ക്ലീനപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ടൈം ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ക്ലീനപ്പ് ട്രിപ്സ് ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത് മനസ്സിലാക്കാനുള്ളത്, നമ്മളെപ്പോഴും അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടൗൺ ഹാൾ 17 ഞാനൊരു ടൗൺ ഹാൾ 15 വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം, ടൗൺ ഹാൾ ഇതൊരു ടൗൺ ഹാൾ 15 ആണ് ഇതിനെ അടിച്ചേക്കണത്. അതായത് ഇതിൻ്റെ ബെസ്റ്റ് അറ്റാക്ക് ഈ ബാറ്റ്മാൻ എന്ന് പറയുന്ന അക്കൗണ്ട് ടൗൺ ഹാൾ 15 ആണ്. അപ്പം ഇതിൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇവിടെ മോണോലിത്തുള്ള സൈഡിലാണ് ഞാൻ ആക്ച്വലി ഡ്രാഗൺ ഡ്യൂക്കിനെ ഇറക്കി വിടുന്നത്. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഒരു ബേസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഈ കോർണേഴ്സിൽ നിന്ന് അറ്റാക്ക് ചെയ്യണതിന് പകരം എപ്പോഴും കോർണേഴ്സിൽ നിന്ന് എൻ്റർ ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും കോർണേഴ്സിൽ നിന്ന് ഫണൽ ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് എൻ്റർ ചെയ്യാൻ നോക്കുക. എപ്പോഴും സെൻറ്ററിൽ നിന്ന് എൻ്റർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഈ കോർണർ ഇതുപോലുള്ള ഈ 2 കോർണർ ഫണൽ ചെയ്തിട്ട് ഈ സെൻറ്ററിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഈ 2 കോർണറിൽ നിന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് സെൻറ്റർ അറ്റാക്ക് ചെയ്യാൻ നോക്കാം. ഇന്ന് റീപ്ലേ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു സൈഡിൽ ഞാൻ റോയൽ ചാമ്പ്യൻ ഇറക്കി, ആ സൈഡ് ഫണൽ സെറ്റ് ചെയ്തു. ഈ സൈഡിൽ ഡ്രാഗൺ ഡോക്കിനൊപ്പം ഞാൻ ഒരു ബേബി ഡ്രാഗൺ ഇറക്കിയിട്ട് ആ ഫണൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡ്രാഗൺ ഡോക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സൈഡിലുള്ള ട്രാഷ് ബിൽഡിങ്സ് പോകാൻ വേണ്ടിയിട്ടും. ഓക്കെ, ആ ഫണൽ ആ ഫണൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വാൾ ബ്രേക്കർ ഇട്ട് ആ വാൾ പൊട്ടിച്ചു. ഇനി നോക്കി ഈ സൈഡ് വഴിയേ ഇനി നടന്ന് കയറി പോവുള്ളൂ. ഇവിടെ ഉള്ള വാൾസിനെ ഞാൻ എർത്ത് കേക്കിട്ട് തകർത്തു. എർത്ത് കേക്കിട്ട് വീക്കൻ ചെയ്തു. ഇനി ഇതിൻ്റെ പിറകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡീസിനെല്ലാം ഒരുമിച്ച് പോയി ഓക്കെ അതിൻ്റെ പിറകെ വാർഡനെ എല്ലാത്തിനും ഒരുമിച്ച് ഇറക്കി വിടും. ലോങ് ലഞ്ചർ ഇറക്കി വിടും. 2 സൈഡിലും ഇങ്ങനെ ഇറക്കി വിടും. ഇവിടെ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ല. മോണോലിത്തിൻ്റെ അടുത്ത് ഞാൻ ഡ്രാഗൺ ഡ്യൂക്കിനെ ഇറക്കി വിട്ടിട്ട് ഈ റീപ്ലേ നേരത്തെ ചെയ്ത അറ്റാക്കിൻ്റെ സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിടുന്നത്. പിന്നെ ഈ ജയൻ്റ് ഉള്ളതിൻ്റെ ഗുണം, ജയൻ്റ് ഈ ആൾ പൊട്ടിച്ചതിൻ്റെ ഭാഗത്ത് കയറിക്കുകയും ഈ ഒരു സാധനങ്ങളെല്ലാം ജയൻ്റ് ഒറ്റയ്ക്ക് എടുക്കും. നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും. അപ്പോൾ അതാണ് ജയൻ്റ് ഉണ്ടെങ്കിലുള്ള ഗുണം. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഒരു കോർണറിൽ നിന്ന് ഫണൽ ചെയ്തിട്ട്
ഈ ഇതുപോലുള്ള എഡ്ജസിൽ നിന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ആദ്യത്തെ വാൾ നമ്മൾ വാൾ ബ്രേക്കർ ഇട്ട് പൊട്ടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാർ എന്തായാലും ഈ അറ്റാക്ക് കൊണ്ട് നമുക്കെപ്പോഴും 3 സ്റ്റാർ അടിക്കാൻ പറ്റും. ഇത് ഒരു ടൗൺ ഹോൾ 15 വെച്ചിട്ട് ടൗൺ ഹോൾ 17 അടിച്ചതാണ്. ഇതിന് മുന്നേ കാണിച്ച റീപ്ലേ ഒരു ടൗൺ ഹോൾ 16 വെച്ചിട്ട് ടൗൺ ഹോൾ 18 അടിച്ചതാണ്. അപ്പം നമുക്ക് ടൗൺ ഹോൾ 18 വെച്ചിട്ട് സിമ്പിളായിട്ട് അപ്പം ഞാൻ ആ റീപ്ലേ കാണിച്ചപ്പം എൻ്റെ സ്വന്തം ബേസിൽ മാസ്റ്റേഴ്സ് മോഡിഫയർ ഇട്ടിട്ടാണ് ഞാനത് 100% അടിച്ചേക്കണത്. അത് ടൗൺ ഹാളിൻ്റെ ദൂരെ നിന്നായിരിക്കും നമുക്ക് എപ്പോഴും എൻ്റർ ചെയ്യേണ്ടി വരിക. കാരണം വോൾസ് ബ്രേക്കായി കിട്ടണം, അല്ലാണ്ട് ടൗൺ ഹാളിൽ നേരത്തെ പൊട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. അത്രയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ അറ്റാക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അടുത്ത് ഒരു വീഡിയോ ചെയ്യാം. അതായത് ഇപ്പം തിരിച്ച് വരുന്ന ആൾക്കാർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി, അതായത് ടൗൺ ഹോൾ 14 തൊട്ട് ടൗൺ ഹോൾ 18 വരെ നമുക്ക് ഒരേ സ്ട്രാറ്റജി വെച്ച് അറ്റാക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും. അധികം എക്യുപ്മെൻറ്റ്സ് ഒന്നും അപ്ഗ്രേഡഡ് അല്ലാത്ത ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ളവരെങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ കുറച്ച് അക്കൗണ്ടുകളെ ഇല്ലാത്ത കുറേ അക്കൗണ്ടുകളെ, ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടുകളെ അവരെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഓറുകൾ കൂടുതൽ ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആർമി ഡ്രാഗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇനി അടുത്ത് ചെയ്തിട്ടിടാം. അതുവരെ അത് കാണുന്നതുവരെ ബൈ.